അപ്പോൾ ഈ മാനസികമായ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോലെയാണ്. ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശരീരത്തെ സംരക്ഷിക്കാം. അതുപോലെ ഒരു ബാലൻസ്ഡ് ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ മനസ്സ് താളം തെറ്റും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ നോർമൽ ലൈഫിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് രോഗമാകുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ കോമൺ ആയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഉണ്ടാവാറില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു എക്സാമിന് പോവുകയാണെങ്കിൽ, നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് അതിനെ വിളിക്കാറില്ല. നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെടുകയോ, നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും പെട്ടെന്ന് മരണപ്പെടുകയോ, അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്കപ്പ് സംഭവിക്കുകയോ, ഇല്ലെങ്കിൽ നമുക്കൊരു എക്സാമിൽ ഫെയിലിയർ സംഭവിക്കുകയോ, ഇങ്ങനെ എന്ത് ചെയ്താലും നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളതിനെ ഒരിക്കലും വിഷാദം എന്ന് വിളിക്കാറില്ല. അപ്പോൾ എപ്പോഴാണ് ഇത് വിഷാദമാകുന്നത്, എപ്പോഴാണ് ഇത് ആങ്സൈറ്റി ഡിസോർഡർ ആകുന്നത്, എപ്പോഴാണ് ഇതൊരു മാനസിക രോഗമാകുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചികിത്സിക്കാൻ കഴിയുന്ന, മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖം മാത്രമാണ് മാനസിക രോഗവും. ഓക്കെ, എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ബുക്കിംഗ് നമ്പർ ഉണ്ട്. ആ ബുക്കിംഗ് നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സൈനിങ് ഓഫ്.